ഹായ് സ്റ്റുഡൻസ്. കേരള ഹയർ സെക്കൻഡറിയിലെ +1 കൊമേഴ്സ് സ്ട്രീം എടുത്ത ആളുകൾക്ക് ഉള്ള ഒരു സബ്ജക്റ്റാണ് CA കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ആദ്യമായിട്ട് ഫസ്റ്റത്തെ യൂണിറ്റാണ്. കമ്പ്യൂട്ടറിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ഫസ്റ്റിലെ ചാപ്റ്ററിൻ്റെ പേര് ചാപ്റ്റർ 1 ഫണ്ടമെൻറ്റൽസ് ഓഫ് കമ്പ്യൂട്ടർ എന്നാണ്. എന്തൊക്കെയാണ് ഫണ്ടമെൻറ്റൽസ്? ഡാറ്റ, ഇൻഫർമേഷൻ കളക്ഷൻ, എങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നു, ഇതൊക്കെയാണ് അതിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലേ. കമ്പ്യൂട്ടറിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഏറ്റവും ആദ്യം വരുന്ന കാര്യം ഡാറ്റ ആണ്. ഇപ്പോൾ നമ്മൾ ഒരാളെ പരിചയപ്പെടുകയാണെന്ന് വിചാരിക്കുക. നമ്മൾ അവരുടെ പേര് ചോദിക്കും, അവരുടെ ഏജൊക്കെ നമ്മൾ എന്താ, അല്ലെങ്കിൽ അവിടെ എവിടെ നിന്നാണ് വരുന്നത്, അല്ലെങ്കിൽ എന്താ പേര്, ഇതൊക്കെ ചോദിക്കില്ല. ഇതെല്ലാം ഡാറ്റ ആണ്. ഇത് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡാറ്റ ആണ്. അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഡെഫിനിഷൻ അതുപോലെ തന്നെ എഴുതേണ്ടതുണ്ട്. ഇറ്റ് ഡിനോട്ട്സ് റോ ഫാക്ട്സ്. ഓക്കെ, അതായത് നമുക്ക് എന്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരാളിൽ നിന്നോ എങ്ങനെയാണ് റോ ആയിട്ട് ആ ഒരു ഡാറ്റ കിട്ടുന്നത്, അതാണ് ഡാറ്റ എന്ന് പറയുന്നത്. ദാറ്റ് ക്യാൻ ബി എമൗണ്ട്, നമ്പർ, എന്ത് വേണമെങ്കിലും ആകാം. ദാറ്റ് ക്യാൻ ബി പ്രോസസ്ഡ് ആൻഡ് മാനിപ്പുലേറ്റഡ്. ഇനി ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മീനിങ് ഫുൾ ആണ്. അതായത് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ് ഇൻഫർമേഷൻ. നമ്മൾക്ക് പരിചയപ്പെട്ട ആളെ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും, അയാൾ ഇങ്ങനെ ആയിരുന്നു, അയാൾ വണ്ണമുള്ളതായിരുന്നു, അയാൾ കളറുള്ളതായിരുന്നു, അങ്ങനെയൊക്കെ പറയില്ലേ, അതിനാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രോസസ്സ് ചെയ്യപ്പെട്ട ഡാറ്റേനെ നമ്മൾ ഇൻഫർമേഷൻ പറയുന്നു അല്ലേ. അപ്പോൾ ഡാറ്റ ഇൻഫർമേഷൻ എന്താണെന്ന് നോക്കാം. ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? റോ ഫാക്ട്സ് ഉണ്ടാകും, ഫിഗേഴ്സ് ഉണ്ടാകും, നമ്പേഴ്സ് വേണമെങ്കിൽ ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൽ ഒരു കാര്യങ്ങൾ കൊടുക്കുന്ന സമയത്ത് അതിൽ നമ്പറോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നമ്മളൊരു ഫുഡ് ഉണ്ടാക്കാൻ പോവുകയാണെങ്കിൽ അതിൻ്റെ കുറച്ച് പച്ചക്കറി മാത്രം കൊണ്ടുവച്ചുകൊണ്ട് അത് ഫുഡ് ആവില്ലല്ലോ. അതിനാണ് നമ്മൾ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത്. അത് ഡയറക്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അത് വേവിച്ചിട്ടാണ് നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അതിനാണ് നമ്മൾ റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടറിന് അറിയാവുന്ന, ഇപ്പോൾ നമ്മളുടെ ഭാഷ കമ്പ്യൂട്ടറിന് അറിയില്ലല്ലോ. അപ്പോൾ അതിനെ നമ്മൾ എന്താക്കി മാറ്റണം? കമ്പ്യൂട്ടറിന് അറിയുന്ന ഭാഷ ആക്കുമ്പോഴാണ് അത് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിനെ ഡയറക്റ്റ്ലി യൂസ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ അത് ക്ലിയർ ആയിട്ടുള്ളൊരു സെൻസ് തരുന്നതായിരിക്കില്ല. അതുകൊണ്ട് ഡാറ്റേനെ നമ്മൾ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എന്തിനാണ്? അത് പ്രോസസ്സ് ചെയ്ത ഡാറ്റയാണ്. ഡാറ്റേനെ പ്രോസസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പറയുന്നതാണ് ഇൻഫർമേഷൻ. ഇപ്പോൾ നമ്മളൊരു കറിയോ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ഓരോ സാധനങ്ങളും വെറുതെ എടുത്ത് വെച്ചുകൊണ്ട് കറി ആവില്ലല്ലോ. അതിൻ്റെ ഒരു ഫൈനൽ പ്രോഡക്റ്റ് ഉണ്ടല്ലോ, അതിനാണ് നമ്മൾ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അത് വളരെ മീനിങ് ഫുൾ ആയിരിക്കും, അത് ക്ലിയർ ആയിരിക്കും. അങ്ങനെയുള്ള സംഭവമാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഇത് രണ്ട് ക്ലിയർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അടുത്തത് ഡാറ്റ പ്രോസസ്സിംഗ് ആണ്. ഡാറ്റ പ്രോസസ്സിങ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ കുക്കറിലാണെങ്കിലും അരി ഇടാൻ പോവുകയാണെങ്കിൽ വെള്ളം തിളച്ച് അരി ഇടുക എന്ന് പറയില്ലേ. അപ്പോൾ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ. ഫസ്റ്റ് അത് തിളച്ചിട്ടാണ് നമ്മൾ ഇടുന്നത്. അല്ലെങ്കിൽ നമ്മളൊരു പാത്രം എടുത്ത് വെള്ളം എടുത്ത് കുക്കറിലാണെങ്കിൽ അങ്ങനെ. ഇനിയിപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതിനൊരു പ്രോസസ്സ് ഉണ്ടാവുമല്ലോ. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡാറ്റ പ്രോസസ്സിങ്. നമുക്ക് കുറേ ഡാറ്റ കിട്ടി അതങ്ങനെ കമ്പ്യൂട്ടറിലോട്ട് ഇട്ട് കൊടുക്കാൻ പറ്റില്ല. അതിനെ പ്രോസസ്സ് ചെയ്യണം. അതിന് ഓരോ സ്റ്റെപ്സ് ഉണ്ട്, ഓരോ സ്റ്റേജസ് ഉണ്ട് ഡാറ്റ പ്രോസസ്സ് ചെയ്യാൻ. എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ചെയ്യേണ്ടത് ക്യാപ്ചറിങ് ഡാറ്റ എന്നുള്ളതാണ്. പിന്നെ കുറച്ച് ഡാറ്റാസ് നമ്മുടെ കൈ കിട്ടിയ കമ്പ്യൂട്ടറിലേക്ക് അങ്ങനെ എറിഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. നമുക്ക് ഇൻപുട്ട് ചെയ്യണം അതിനകത്ത്. നമ്മൾ കീബോർഡോ ഉപയോഗിച്ച് നമുക്ക് ഈ ഇൻപുട്ട് ഡിവൈസസ് എന്തൊക്കെയാണെന്നൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിരുന്നില്ലേ. ഇൻപുട്ട് ഡിവൈസസ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡാറ്റ കമ്പ്യൂട്ടറിലോട്ട് ആക്കുന്നു. ഇനി ആ കിട്ടിയ ഡാറ്റനെ എവിടെയെങ്കിലും ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കണമല്ലേ. സ്റ്റോർ ചെയ്യാൻ എന്ത് വേണം? സ്റ്റോറേജ് വേണം. പിന്നെ എന്ത് ചെയ്യണം? പ്രോസസ്സ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ അരി കഴുകി അടുപ്പത്തിട്ടാൽ പോരല്ലോ, അതിനെ തിളപ്പിച്ച് വേവിച്ചെടുക്കണ്ടേ. ആ ഒരു പ്രോസസ്സ് വേണം. ഓക്കെ, അപ്പോൾ അങ്ങനെ പ്രോസസ്സ് ഉണ്ട്. ഔട്ട്പുട്ട് വേണം അല്ലേ. ഔട്ട്പുട്ട് എന്താണ്? എന്തൊക്കെയാണ് ഔട്ട്പുട്ട് ഡിവൈസസ്? നിങ്ങൾക്ക് അറിയാലോ. സ്ക്രീന്, ഇതെല്ലാം നമുക്ക് ഔട്ട്പുട്ട് ഡിവൈസസ് ആണ്. എന്തിലാണോ ഡിസ്പ്ലേ വരുന്നത് അത് ഔട്ട്പുട്ട് ഡിവൈസാണ്. പ്രിൻറ്റ് ചെയ്യാൻ പറ്റുന്നത് ഔട്ട്പുട്ട് ഡിവൈസാണ്. കീബോർഡെല്ലാം ഇൻപുട്ട് ഡിവൈസാണ്. ഓക്കെ, ഇതെന്തായാലും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നോക്കി പഠിച്ച് വെക്കണം. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ ഈ നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ ഡാറ്റാസും നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താണ് ഡാറ്റ എന്ന് പറഞ്ഞു, ഡാറ്റ ഇൻഫർമേഷൻ എന്താണെന്ന് പറഞ്ഞു. ഡാറ്റ പിന്നെ എന്ത് ചെയ്യണം? പ്രോസസ്സ് ചെയ്യണം. പ്രോസസ്സ് ചെയ്യാനുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കി. 6 സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ക്യാപ്ചറിങ് ഡാറ്റ, ഇൻപുട്ട് ഓഫ് ഡാറ്റ, സ്റ്റോറേജ് ഓഫ് ഡാറ്റ, പ്രോസസ്സ് ചെയ്യുക, അതിനൊപ്പം ഔട്ട്പുട്ട് ചെയ്യുക, ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ്. വളരെ സിമ്പിളാണ്. ഇപ്പോൾ തന്നെ 5 മിനിറ്റിൽ കൂടുതലായതുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ടാണ് ബാക്കിയുള്ള പൊസിഷൻസ് ഇടുന്നത്. തീർച്ചയായിട്ടും ഇത് പഠിച്ചതിന് ശേഷം അടുത്ത വീഡിയോ കാണുക. 5 മിനിറ്റ് കൂടുതൽ നിങ്ങളെവിടെ പിടിച്ചിരുത്താൻ കഴിയില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത് നന്നായിട്ട് പഠിക്കുക. അത് കേട്ടാൽ തന്നെ പഠിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.